കടലിൽക്കിടയിൽ കുറെ മീറ്ററുകൾ ഉയരത്തിലതാ ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല, സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മഴയിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദരീങ്ങൾ തപസ്സുലാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സുകൾ ഇതിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും, റബ്ബേ എന്നെ എവിടെയെന്ന് കാണാൻ പോലും മനസ്സങ്ങ് തകർന്ന് മറഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. ആ മണിക്കൂറുകളോളം നിന്ന രംഗം മറക്കാൻ കഴിയാത്ത രംഗം. പക്ഷേ അത്ഭുതകരമാം വിധം അല്ലാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തിയത്. അതുപോലെ തന്നെ 1990 ആദ്യമായി ഹജ്ജ് യാത്രയിൽ 5000-ഓളം ഹാജിമാർ മരിച്ച 4000 കൊല്ലത്തെ ചരിത്രത്തിനിടയിൽ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ച് മലയാളികൾ 11 പേര് മരിച്ചത്. അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ വാർത്തകളായിരുന്നത് മലയാള പത്രങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. എന്റെ കൂടെ ഉണ്ടായിരുന്ന 11 പേരാണ് പ്രിയപ്പെട്ട കരുവന്തിരുത്തി കല്ലറക്കൽ ബിച്ചിക്വാട്ടി ഹാജി, അബ്ദുറഹ്മാൻ ഹാജി, ബിച്ചിക്വാട്ടി ഹാജിയുടെ ഭാര്യ ആദം ഹാജി, റഷീദ് ഹാജി. റബ്ബേ ആ ഖബറുകളെല്ലാം സ്വർഗമാക്കണേ അല്ലാ. വീതൻ അതിൽ ആദ്യമേ പെടേണ്ടവരാണ് എന്റെ കൂടെ. അന്നെല്ലാം മാത്തിക്കും തിരക്കും കണ്ടപ്പോൾ ഒന്നേ പറഞ്ഞുള്ളൂ, ഇതെന്റെ അവസാനമാണെന്ന് ഉറപ്പിക്കുമ്പോ ഒരൊറ്റ വാക്ക്, ബദരീങ്ങളെ നിങ്ങൾക്കെന്നാലായത് എന്നാ എന്തെന്ന് പറയാൻ കഴിയാതെ. അങ്ങനെ അത്ഭുതകരമാം വിധം ബദരീങ്ങൾ രക്ഷപ്പെടുത്തിയ 1000 സംഭവങ്ങൾ പറയാനുണ്ട്. പക്ഷേ സമയക്കുറവ് കൊണ്ട് പറയുന്നതിലേറെ നിങ്ങളത് അനുഭവിച്ചറിയുക എന്ന് മാത്രമേ പറയാനുള്ളൂ.